മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റി ആണെന്ന് പറഞ്ഞ KM ഷാജി മുസ്ലിം ലീഗിന്റെ നേതാവിനെതിരെ വാ തുറക്കാൻ VD സദസ്സിന് പറ്റിയില്ല. സ്വന്തം സമുദായത്തിനെ കുറിച്ച് വർത്തമാനം പറയാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അവരുടെ സമുദായത്തിന് അർഹമായ നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വർഗീയതയ്ക്കെതിരെ മരിച്ചു വീഴാൻ VD സദസ്സിന് എഴുന്നേറ്റ് വന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇവർക്ക് എല്ലാവർക്കും മതമാണ് പ്രശ്നം, പക്ഷേ BJPക്കാണ് മതം പ്രശ്നം എന്നാണ് ഇവരെല്ലാവരും ആരോപിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ആ ഒരു പ്രൊപ്പഗാൻഡ ഇവർ അടിച്ചേൽപ്പിക്കും. BJP ഈ നാട്ടിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ്. ഞാൻ ഒന്നാം തരം ന്യൂനപക്ഷക്കാരൻ. ഞാൻ പാലാ രൂപതക്കാരനായ സത്യക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്ന സത്യക്രിസ്ത്യാനിയാണ്. ഞാൻ പറയുന്നു, എൻ്റെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും അധികം സംരക്ഷണം എനിക്ക് ലഭിച്ചത് ഞാൻ BJPയുടെ ഭാഗമായതിനു ശേഷമാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അതിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ജനം ഇങ്ങനെ ഓങ്ങി നിൽക്കുക. കേരളം വലിയൊരു മാറ്റത്തിന് വേദിയാകാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ പലർക്കും എല്ലാവരുടെയും ഇടയിൽ നിന്നുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്നത് BJP ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ തന്നെയാണ് ചോദിക്കുന്നത് എങ്ങനെ പോസിബിളാണ്. ശരിക്കും പോസിബിളാണ്. BJPയുടെ വിന്നിംഗ് പൊട്ടൻഷ്യൽ 86 സീറ്റിൽ BJPക്ക് വിന്നിംഗ് പൊട്ടൻഷ്യലാണ്. പിണറായി വിജയനോടുകൂടി ഉണ്ടായിരുന്ന ഈ റാഡിക്കൽ ആന്റി നാഷണൽ ഗ്രൂപ്പുകളെല്ലാം വലിയ ഷിഫ്റ്റ് ചെയ്തത് UDFിന് കൊടുക്കുക. പിണറായി വിരുദ്ധ തരംഗമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇവർ മറ്റേ സൈഡിൽ പ്ലേസ്ഡ് ആയിട്ട്. ഈ ആന്റി നാഷണൽ എലമെന്റ്സിന് ആവശ്യം അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പാവ സർക്കാരിനെ. കേരളത്തിൽ അതൊരു പാവ സർക്കാരിനെ UDFിനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് അവർ പരീക്ഷിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്ലാനിങ് അത് വലിയ രീതിയിൽ കേരളത്തിലെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ ഒരു നിർണായക കാര്യമായി മാറില്ലേ? അദ്ദേഹം തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല, ഞാൻ നേതാവാകാൻ വന്നതല്ല, നേതാക്കളെ സൃഷ്ടിക്കാൻ വന്നതാണ്. ആ ജോലി അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ചെയ്തു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ UDF ഇന്ന് നിഷ്പ്രഭമാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഇല്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷമാണ്. BJPയുടെ 10-1 ശക്തിയില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. സംഘടനയില്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പുതിയ നിരയില്ല, ഒരു നല്ല വാർഡ് കമ്മിറ്റി പോലും. ഈ പഞ്ചായത്ത് ഇലക്ഷൻ അവർക്ക് ഇത്ര സീറ്റ് കിട്ടി ജയിച്ചു, അവർക്ക് പോലും മനസ്സിലായില്ല എങ്ങനെ കിട്ടും. നമസ്തേ. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വ്യക്തിത്വം, മധ്യ കേരളത്തിലെ BJPയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന കേരളത്തിലെ BJP ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം കേരളം വലിയൊരു മാറ്റത്തിന് വേദിയാകാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ പലർക്കും എല്ലാവരുടെയും ഇടയിൽ നിന്നുണ്ട്. ചേട്ടന് എങ്ങനെയാണ് തോന്നുന്നത്? ഈ മാറ്റം എന്ന് പറയുന്നത് BJP ആണ്. തീർച്ചയായിട്ടും ആ മാറ്റം ഞാനിത് പറയുമ്പോൾ ആളുകൾ എന്നെ നമ്മുടെ ആളുകൾ തന്നെയാണ് ചോദിക്കുന്നത് എങ്ങനെ പോസിബിളാവും. ശരിക്കും പോസിബിളാണ്. BJPയുടെ വിന്നിംഗ് പൊട്ടൻഷ്യൽ 86 സീറ്റിൽ BJPക്ക് വിന്നിംഗ് പൊട്ടൻഷ്യലാണ്. ആ സീറ്റുകളിൽ എത്ര സീറ്റുകളിൽ ആ വിന്നിംഗ് പൊട്ടൻഷ്യലുള്ള കാൻഡിഡേറ്റ്സിനെ അവതരിപ്പിക്കാൻ കഴിയും? ഈ ചോദ്യമാണ് നമ്മുടെ ഈ മുമ്പിൽ ഈ വരുന്ന 10 ദിവസമാണ്. അവിടെ എവിടെയൊക്കെ നല്ല കാൻഡിഡേറ്റ്സിനെ അവതരിപ്പിക്കാൻ പറ്റുമോ അവിടെയെല്ലാം BJPക്ക് വിജയമുണ്ടാകും. കാരണം LDFും UDFും ഇത് രണ്ടല്ല ഒന്നാണ് എന്നുള്ള ബോധ്യം കേരള സമൂഹത്തിനുണ്ടായിരിക്കണം. ആ ബോധ്യത്തിൽ നിൽക്കുമ്പോൾ ഇവരെ റീപ്ലേസ് ചെയ്യാൻ കൊട്ടുന്ന നല്ല ഫേസസ്, നല്ല നേതാക്കന്മാർ, നല്ല സ്ഥാനാർത്ഥിമാരെ നമുക്ക് എത്ര അവതരിപ്പിക്കാൻ കഴിയുമോ അതായിരിക്കും ഞങ്ങളുടെ വിജയം. ഇപ്പം നമുക്കറിയാം, ഒരു സ്ഥലത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ എത്തിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥിഘട്ട ചർച്ചകളിലേക്കൂടെയൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള അനാലിസിസ് നടത്തിയിട്ടാണ് ഓരോ സ്ഥാനാർത്ഥിയെയും നിർണ്ണയിക്കുന്നത്. നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്ലാനിങ് അത് വലിയ രീതിയിൽ കേരളത്തിലെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ ഒരു നിർണായക കാര്യമായി മാറില്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ അല്ലെങ്കിൽ മുന്നണി ചർച്ചയും സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ്. ഒരാൾ സീറ്റ് ചോദിച്ചു, ഓക്കെ ഗുഡ്. ഇപ്പോൾ പാർട്ടിയുടെ ഇന്ന് സീറ്റ് അവിടെ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ ലിസ്റ്റ് എടുത്തു, ഗുഡ്. അതൊരു ലിസ്റ്റ് പരിഗണിക്കും. പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ ലിസ്റ്റ് സ്വീകരിക്കും. സംഘടനയ്ക്കുള്ളിൽ നിന്നും അത്തരത്തിൽ മറ്റൊരു ലിസ്റ്റ് സ്വീകരിക്കും. മൂന്ന് തരത്തിൽ സോർട്ട് ചെയ്തതിന് ശേഷം സ്വതന്ത്രമായി പൊതുജനങ്ങളിൽ നിന്നും കൃത്യമായി അഭിപ്രായം സ്വരൂപിച്ച് പാർട്ടിയും സെൻട്രൽ കമ്മിറ്റിയും ഒക്കെ സമാന്തരമായ സർവേകൾ നടത്തുന്നുണ്ട്. അവിടെ ആരാണ് ബെസ്റ്റ്. ഇതിനെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്താണ് ഒരു 1-2 പേരുകൾ വരുന്നത്. ആ 2-3 പേരുകൾ വെച്ച് വീണ്ടും അതിനെക്കുറിച്ച് പഠനം നടക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലും പഠനം നടത്തുന്നുണ്ട്, പാർട്ടിക്ക് പുറത്തും പഠനം നടത്തുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നേതാവാകാൻ വന്നതല്ല, നേതാക്കളെ സൃഷ്ടിക്കാൻ വന്നതാണ്. ആ ജോലി അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഇത്ര കാലത്തിനിടയിൽ ആ മനുഷ്യൻ ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു
അജി ചന്ദ്രശേഖർ എന്ന് പാർട്ടിക്കകത്ത് അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പാർട്ടിയിലുണ്ടോ? എല്ലാവരും ഒറ്റക്കെട്ട. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് പാർട്ടിയുടെ കോർ കമ്മിറ്റിയൊക്കെ നടക്കുമ്പോൾ ഒരു ആവേശമാണിപ്പോൾ. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം എങ്ങനെ പാർട്ടി രക്ഷപ്പെടണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു നല്ല ഗ്രൂപ്പാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വം. അതിനെനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ 86 പ്ലസ് 2020 ഒരു 6 സീറ്റെങ്കിലും അവർക്ക് വിന്നിങ് പൊട്ടൻഷ്യൽ അവർക്ക് മാത്രമായി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അപ് ടു 92 സീറ്റുകളിൽ വിന്നിങ് പൊട്ടൻഷ്യൽ NDAക്ക് ഉണ്ടെന്ന്. ആ പൊട്ടൻഷ്യൽ നിന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി ജോലി ചെയ്താൽ ഇവിടെ ഒരു അത്ഭുതം തന്നെ സംഭവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും മാറി മാറി ജയിപ്പിച്ച ഒരു ചരിത്രമാണ് കേരളത്തിന് പറയാനുള്ളത്. പക്ഷേ അതിൽ കൃത്യമായി കഴിഞ്ഞ തവണ ഉണ്ടായ മാറ്റം അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വലിയൊരു മാറ്റത്തിന് കാരണമായി എന്നുള്ളതാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം ഊഴം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ആളുകളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനങ്ങളെ കൃത്യമായി ചർച്ച ചെയ്യിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അത് എത്രത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഘടകമായി മാറും? ഈ ആൻറ്റി ഇൻറ്റിമസി ഫാക്ടർ വളരെ ഹൈ ആണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അതിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ജനം ഇങ്ങനെ ഓങ്ങി നിൽക്കുകയാണ്. അവിടെ അതിനകത്ത് മറ്റൊരു വലിയ ഭീഷണി അവിടെ നിൽപ്പുണ്ട്. അവിടെ കൃത്യമായി BJPക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു പണിയെടുക്കാതെ ഈ ആൻറ്റി ഇൻറ്റിമസി ഫാക്ടറിനെ ചുമ്മാ കൊണ്ടുപോകുന്നൊരു വിഭാഗമാണ് UDF. അപ്പോൾ അതിനകത്ത് വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയനോടുകൂടി ഉണ്ടായിരുന്ന ഈ റാഡിക്കൽ ആൻറ്റി നാഷണൽ ഗ്രൂപ്പുകളെല്ലാം പയ്യെ ഷിഫ്റ്റ് ചെയ്തിരുന്ന് UDFൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പിണറായി വിരുദ്ധ തരംഗമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇവർ മറ്റേ സൈഡിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഇനി അവർക്കാവശ്യം, പ്രത്യേകിച്ച് ഈ ആൻറ്റി നാഷണൽ എലമെൻസിന് ആവശ്യം അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പാവ സർക്കാരിനെയാണ്. കേരളത്തിൽ അതൊരു പാവ സർക്കാരിനെ UDFനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് അവർ പരീക്ഷിക്കുന്നത്. അത് വളരെ സൈലൻ്റാണ്, പ്രത്യേകിച്ച് ബഹളങ്ങളൊന്നുമില്ല. പക്ഷേ ലീഗിനെ അവർ വിഴുങ്ങിക്കളഞ്ഞു. മനസ്സിലായി? ജമാഅത്തെ ഇസ്ലാമി എൻ്റെ കാര്യം പറയാം, മുസ്ലിം ലീഗ് പോലെ ജനാധിപത്യ സെക്കുലർ പാർട്ടി എന്നൊക്കെ പറയുമെങ്കിൽ എന്താണ് അതിൻ്റെ പേര്, മുസ്ലിം ലീഗ് തന്നെയാണ്. അവർ മുസ്ലിം വിഭാഗത്തെ പ്രദാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. എന്നിരുന്നാൽ പോലും അതിന് കുറേ മതേതരത്വ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നൊരു പ്രസ്ഥാനമാണ്. പക്ഷേ അവർക്ക് മുകളിൽ UDFിനകത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമായിരിക്കും. മുസ്ലിം ലീഗ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നോക്കൂത്തിയാണ്. കേരള കോൺഗ്രസ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നോക്കൂത്തിയാണ്. അവർക്ക് കോൺഗ്രസ്സിലെ നേതാക്കന്മാർ മാറി മാറി ഈ ആൻറ്റി നാഷണൽ എലമെൻസിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പ്രസ്താവനകൾ നടത്തുന്നു. വളരെ സിമ്പിളായിട്ട് ഉദാഹരണമല്ലേ, മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞ KM ഷാജി മുസ്ലിം ലീഗിൻ്റെ നേതാവിനെതിരെ വാ തുറക്കാൻ VD സതീശന് പറ്റിയില്ല. നേരെ മറിച്ച് സ്വന്തം സമുദായത്തിനെക്കുറിച്ച് വർത്തമാനം പറയാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അവരുടെ സമുദായത്തിന് അർഹമായ നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ വർഗീയതയ്ക്കെതിരെ മരിച്ചു വീഴാൻ VD സതീശൻ എഴുന്നേറ്റ് വന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താണ് അതിൻ്റെയൊക്കെ സാഹചര്യം? അപ്പം ഒന്നും വേണ്ട, ഇന്നലെ മന്ത്രി റിയാസിനെ ഉദ്ഘാടന വേദിയിൽ വിളിച്ചില്ല. പ്രോട്ടോക്കോൾ പ്രകാരം വിളിക്കേണ്ടവരൊക്കെ അവിടെ വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചാലും വന്നില്ല. മരുമനെ വിളിച്ചില്ല, ഞാനും വരികയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വന്നില്ല. പക്ഷേ ആ പ്രോട്ടോക്കോൾ അവിടെ പാലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കേരള BJP ഇടപെട്ടിട്ടാണോ? അത് PMOയിൽ നിന്നും ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് വിളിച്ചൊരു കാര്യം. പക്ഷേ റിയാസ് മന്ത്രിയെ വിളിക്കാതിരുന്നപ്പോൾ അത് കൃത്യമായി VD സതീശന് വരെ നൊന്തു. മനസ്സിലായില്ലേ? അവിടെയും നേരെ മറിച്ച് അതേ ഇഷ്യൂ മറ്റ് MP രാജേഷിനോ അല്ലെങ്കിൽ വേണുഗോപാലിനോ ആണെങ്കിൽ ഒരു പക്ഷേ VD സതീശൻ പ്രതികരിക്കില്ല. അവിടെയും മതമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പം ആ തരത്തിൽ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയം വർഗീയത കൊണ്ട് മലിനസമായ ഈ സമയത്ത് ഇതിനെ പ്രതിരോധിച്ചു നിർത്താൻ ഇവിടെ BJPക്കും NDAക്കും മാത്രമേ കഴിയൂ എന്ന് പൊതുസമൂഹത്തിന് ധാരണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടേക്ക് മികച്ച സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യാന്നുള്ള ഒറ്റ ഉത്തരവാദിത്തമേ BJPക്കുള്ളൂ. അത് വളരെ ഗംഭീരമായി തന്നെ അത് നടക്കുന്നുണ്ട്, നന്നായി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ UDF ഇന്ന് നിഷ്പ്രഭമാണ്. UDF ഇല്ല എന്നുള്ളതാണ്. അവർ 40 സീറ്റ് താഴെയാണ്. എത്ര ആൻറ്റി ഇൻക്യുമൻസി ഫാക്ടർ ഉണ്ടെങ്കിലും
ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഇല്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷമാണ്. അവർക്ക് BJPയുടെ 10-1 ശക്തിയില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. സംഘടനയില്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പുതിയ നിരയില്ല, ഒരു നല്ല വാർഡ് കമ്മിറ്റി പോലും. ഈ പഞ്ചായത്ത് ഇലക്ഷൻ അവർക്ക് ഇത്ര സീറ്റ് കിട്ടി ജയിച്ചു, അവർക്ക് പോലും മനസ്സിലായില്ല ഇതെങ്ങനെ കിട്ടി. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു പഞ്ചായത്തിൽ, ഞാൻ പേര് പോലും പറയുന്നില്ല, അവർക്ക് ഭരണം കിട്ടിയെന്ന് CPMൻ്റെ ലോക്കൽ സെക്രട്ടറി വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായി അവർക്ക് ഭരണം കിട്ടിയെന്ന്. അവർ പ്രതീക്ഷിച്ചില്ല, ഇതെങ്ങനെ കിട്ടിയെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം പിണറായി വിജയനെതിരെ ഉള്ള ഒരു ജനവികാരം കോൺഗ്രസിന് അനുകൂലമായി വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ സംഭവിച്ചത്. അത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ 2024 സംഭവിച്ചതാണ്. 2019 കഴിഞ്ഞ് 2021 വന്നപ്പോഴത്തേനും പിണറായി വിജയൻ കുറച്ച് കിറ്റ് കൊടുത്ത് അത് പരിഹരിച്ച് ജനത്തെ കൈവശപ്പെടുത്തി. ഇപ്രാവശ്യം അത് നടക്കില്ല, അതും ജനം അതുപോലെ വെറുത്ത് കഴിഞ്ഞിരിക്കും. ഇപ്പം നമുക്കറിയാം ഇവർക്ക് എല്ലാവർക്കും മതമാണ് പ്രശ്നം, പക്ഷേ BJPക്കാണ് മതം പ്രശ്നമെന്നാണ് ഇവരെല്ലാവരും ആരോപിക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രതീതി കുറേ കാലമായി കേരളത്തിൽ ആ ഒരു പ്രൊപ്പഗാൻഡ ഇവർ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിനെല്ലാവരും ഒന്നാണ്. CPMും CPIയും കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDP എന്ന് വേണ്ട BJP ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഒരുമാതിരിപ്പെട്ട മിക്ക മാധ്യമങ്ങളും ഈ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. BJP ഹിന്ദു തീവ്രവാദ പ്രസ്ഥാനമാണ്, ഒന്നാമത്തെ ആരോപണം. 2, BJP ഈ നാട്ടിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ്. ഞാനൊരു ഒന്നാം തരം ന്യൂനപക്ഷക്കാരനാണ്. ഞാൻ പാലാ രൂപതക്കാരനായ സത്യക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്ന സത്യക്രിസ്ത്യാനി കേട്ടോ. ഞാൻ പറയുന്നു, എൻ്റെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും അധികം സംരക്ഷണം എനിക്ക് ലഭിച്ചത് ഞാൻ BJPയുടെ ഭാഗമായതിനു ശേഷമാണ്. അപ്പം അത്രമാത്രം മറ്റ് മതങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന പ്രസ്ഥാനമാണ് BJP. അത്രയേറെ ബഹുമാനിക്കുന്ന ഒരു സംഘടനയാണ് RSS. അപ്പം ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവർ ഒറ്റ കാര്യം പറയാറുണ്ട്. കഴിഞ്ഞ അമിത്ഷാജി പറഞ്ഞ കാര്യമാണ്, നമ്മളെ എന്തുകൊണ്ട് എല്ലാവരും മുസ്ലിം വിരോധികളായി പറയുന്നു. ക്രിസ്ത്യൻ വിരോധം എന്ന് അത്രയും പറയുന്നില്ല, ഞങ്ങളൊക്കെ ഉണ്ടാകാം. മുസ്ലിം വിരോധികളാണ്. ഈ മുസ്ലിം വിരോധികളാണെന്ന് പറയുന്ന നമ്മളെ ഇതിനെന്താണ് ഒരു പരിഹാരം? അമിത്ഷാജിയോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ദിവസം. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ BJPയുടെ നേതാവ് CK പത്മനാഭൻ ചേട്ടൻ പപ്പേട്ടനാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, an appeasement to a community by a political party is an injustice to another community or a religion. അത് BJP എതിർക്കും. എല്ലാ കാലത്തും BJP അത് എതിർത്തിട്ടുണ്ട്. ഇനി നാളെ ഒരു കാലത്ത് ഇത് തിരിച്ചായാൽ അവരോടൊപ്പം നിന്ന് ഹിന്ദു സമൂഹത്തിന് എതിരായി വർത്തമാനം പറയാനും BJP ഉണ്ടാവും. അങ്ങനെ ചെയ്യുമെന്നല്ല, അങ്ങനെ ചെയ്താൽ. അതായത് ഈ പ്രീണന രാഷ്ട്രീയത്തിൽ ഒത്തിരി പേർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. ആ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊടിയ അനീതി ഇവിടെ നടക്കുന്നുണ്ട്. ആ അനീതിക്കെതിരെ BJP പ്രതികരിക്കുമ്പോൾ BJPയെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇനിയും അങ്ങോട്ട് കേരളത്തിൽ തന്നെ 1000 വിഷയങ്ങളില്ലേ, ഇവിടുത്തെ സംവരണവുമായി ബന്ധപ്പെട്ട തന്നെ 1000 വിഷയങ്ങൾ. അത് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ തികയില്ല. അത്രമാത്രം പ്രീണനമാണ് ഇവിടുത്തെ സംവരണത്തിൽ നടത്തി വെച്ചിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ എല്ലാവരും മതം ചർച്ച ചെയ്യുന്ന സമയത്ത് രാഷ്ട്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മറന്നു പോകാറുണ്ട്. BJP എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ദേശീയതയെക്കുറിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നമ്മൾ എവിടെയും രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിച്ച് കേൾക്കാറില്ല, അല്ലെങ്കിൽ ദേശീയതയെക്കുറിച്ച് സംസാരിച്ച് കേൾക്കാറില്ല. അവർക്ക് അതെല്ലാം എന്താ പറയുക, മാറ്റി നിർത്തേണ്ട വിഷയങ്ങളായിട്ടാണ് അവർ പരിഗണിക്കാറുള്ളത്. ഇന്നത്തെ തലമുറ അതിനെ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിൽ വ്യാപകമായ ഒരു ഹിന്ദി വിരുദ്ധത, ശരിക്കും ഒരു ഹിന്ദി വിരുദ്ധതയല്ലത്. തമിഴ്നാട്ടിലൊക്കെ അത് ഭയങ്കരമാണ്, ഇവിടെ അത്രയില്ല. കേരളം കുറച്ചുകൂടെയൊക്കെ പരിഷ്കൃതമായ ഒരു സമൂഹമാണ്. ഈ ഹിന്ദി വിരുദ്ധതയല്ല ശരിക്കും പറഞ്ഞത്. ഇവർ ശരിക്കും ദേശീയത എന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ആ ഫെഡറലിസത്തിൽ നിൽക്കുന്നതാണ്. ആ ഫെഡറൽ സംവിധാനം, അതായത് സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഒരു രാഷ്ട്രമെന്ന അടിത്തറ, അല്ലെങ്കിൽ ബാലൻസിങ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഫെഡറൽ സിസ്റ്റത്തെ ഇവർ പ്രാദേശികവാദമായി മാറ്റുകയാണ്. തമിഴ്നാട്ടിൽ അത് പ്രകടമാണ്, കേരളത്തിലും പ്രകടമായി വരുന്നില്ലെങ്കിലും അതുകൊണ്ട് ഹിന്ദി വിരുദ്ധതയിലൂടെ ഇവർ പ്രചരിപ്പിക്കുന്നത് ശരിക്കും രാഷ്ട്രവിരുദ്ധതയാണ്. ആ രാഷ്ട്രവിരുദ്ധ സമീപനം ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിച്ച് പക്ഷേ ഈ മോദി സർക്കാരിൻ്റെ ഒരു വരവോടുകൂടി അത് മറ്റൊരു തലത്തിലേക്ക് മാറി. ഈ രാജ്യം കഴിഞ്ഞ 70 വർഷക്കാലത്തിനിടയിൽ രാജ്യം കാണാത്തൊരു വികസനം 10 വർഷക്കാലം കൊണ്ട് കണ്ടപ്പോൾ ആ രാഷ്ട്രമെന്ന സങ്കല്പത്തിലേക്ക് ജനം പയ്യെ മാറി തുടങ്ങി.
അതിൻ്റെ അസ്വസ്ഥതയാണ് ഇവർ ഈ കാണിക്കുന്നത്. അതിൽ അവർ ഓരോ ദിവസവും BJP പ്രതിരോധിക്കാൻ BJP വർഗീയ പാർട്ടിയാണെന്ന് പറയാമെന്ന് മാത്രം അവർക്ക് ചെയ്യാനുള്ളൂ. കാരണം രാഷ്ട്രത്തിന് വിരുദ്ധമായ പ്രകടമായി പറയില്ല. അവർ BJPക്ക് വിരുദ്ധമായി പറയുന്നതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അവർക്ക് ഈ രാഷ്ട്രീയ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ ആ രാഷ്ട്രം എന്ന വാദം മുമ്പോട്ട് വരുമ്പോൾ ആ വാദം ഉന്നയിക്കുന്ന BJPയിലേക്ക് ജനം അടുക്കുന്നു എന്നവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ നടത്തുന്ന കുപ്രചരണങ്ങളാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും. ഇനി നമ്മൾ G. സുധാകരൻ ഫാക്ടർ. നമുക്കറിയാം ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് G. സുധാകരൻ. നമുക്കറിയാം CPM-നെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു G. സുധാകരൻ. പക്ഷേ ഇന്നല്ല, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എത്രത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും? ഈ ബാലങ്കനാരെ പേടിച്ച് TG രവിയുടെ വീട്ടിൽ ഓടിക്കറിയ സീമയുടെ അവസ്ഥയാവും. പുള്ളി ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോട് സ്വീകരിക്കുന്നവരാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നിലവിലുള്ള നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം എത്തേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. ഞാനേറെ ബഹുമാനിക്കുന്നൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അഴിമതിയില്ലാത്തൊരു നല്ല നേതാവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പം ചെന്ന് കയറാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അപകടം അതിനേക്കാൾ വലുതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ മറ്റേ ബാലങ്കനാരെ പേടിച്ച് TG രവിയുടെ വീട്ടിൽ ഓടിക്കറിയ അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി അദ്ദേഹം CPM-നെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയാണ്. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി ശരിയായില്ല എന്നാണ് എൻ്റെ നിലപാട്. ഇപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ 60,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയാണ് KK ശൈലജ ടീച്ചർ. അല്ലെങ്കിൽ G. സുധാകരൻ എന്ന് പറയുന്ന മന്ത്രിക്ക് വലിയ രീതിയിൽ ജനസ്വീകാര്യതയുണ്ട്. ഇത്തരത്തിൽ പിണറായി വിജയനേക്കാൾ ഒരുപടി മുന്നിലേക്ക് പോകുമോ എന്ന് പേടിയുള്ള എല്ലാവരെയും അടിച്ചു താഴ്ത്തുന്ന ഒരു വലിയൊരു നിലപാടെടുക്കുന്നു. എത്ര പേരാണ് G. സുധാകരൻ, ശൈല ടീച്ചർ, രാധാകൃഷ്ണൻ ചേട്ടൻ, ഇവർ രണ്ടുപേരും ലോക്സഭയിൽ സ്ഥാനാർത്ഥിയാക്കി. എന്തിനാ? വടകരയിലും ആലത്തൂർ രാധാകൃഷ്ണൻ ചേട്ടൻ എന്നാൽ ജയിക്കും. അത്രയും ജനകീയനാണ്. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊണിലും ഉറക്കത്തിലും പറയുന്ന പാവപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് വരെ ജീവിതത്തിൽ ഒരു നല്ല പട്ടികജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു K. രാധാകൃഷ്ണൻ. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാണെങ്കിൽ നമുക്ക് പോലും പലപ്പോഴും വാടക പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അഴിമതിയില്ല, ഒരു നല്ല പൊതുപ്രവർത്തകൻ, നമുക്ക് പ്രതിരോധിക്കാൻ മേലാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം, ഒരു സംശയം വേണ്ട. അപ്പോൾ അദ്ദേഹത്തെ പയ്യെ ലോക്സഭയിലെത്തിച്ച് അങ്ങുപോയി. ശൈല ടീച്ചറെ ഇതുപോലെ തന്നെയായിരുന്നു. ശൈല ടീച്ചർ ജയിച്ചാൽ പൊക്കോളും, തോറ്റാൽ അതോടെ ഇമേജ് പോകും. തോറ്റു, ശൈല ടീച്ചർ ഔട്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലോക്സഭയെ തോറ്റ ഒരാളെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക? അപ്പം പിണറായി വിജയനെതിരായിട്ട് വരുന്ന ആളുകളെല്ലാം പ്രഥമദൃഷ്ടിയെ വളർത്തുന്നതായിട്ട് തോന്നുമെങ്കിലും ഇവരെയെല്ലാം നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്ന പ്രവണത എത്രയോ വർഷം. VS-ന് എന്തൊക്കെ ചെയ്ത്? 2006 VS-ന് സീറ്റ് കൊടുക്കാതിരുന്നു. ആ സീറ്റ് കൊടുക്കാതിരുന്ന കേരളം മുഴുവൻ പ്രക്ഷോഭമായപ്പം പാർട്ടി അധികാരത്തിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പം പോളിറ്റ് ബ്യൂറോ ഇടപെട്ട VS-ന് സീറ്റ് കൊടുത്തത്. എന്നിട്ട് മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ നോക്കി. അതും അന്നും പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് മുഖ്യമന്ത്രിയാക്കിയപ്പോൾ ആഭ്യന്തരം കൊടുത്തില്ല, നോക്കൂത്തിയായിട്ടിരുന്നു. 2016 വീണ്ടും VS-നെ മത്സരിപ്പിച്ചു. എന്നിട്ട് 16 മത്സരിപ്പിച്ചിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാതെ മാറ്റി നിർത്തി. അദ്ദേഹത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ എന്തോ ഒരു സാധനം, അതെന്നാണെന്ന് പോലും ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഭരണപരിഷ്കരണ കമ്മീഷൻ. ആ കമ്മീഷന് വേണ്ടി കോടികൾ ചിലവാക്കിയതല്ലാതെ ആ കമ്മീഷൻ റിപ്പോർട്ട് ആരെങ്കിലും നടപ്പിലാക്കി കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എപ്പോഴും മറ്റാളുകളെ മുമ്പിൽ നിർത്തി, പരിചയമായി നിർത്തി, പുറകിലൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സ്വഭാവമാണ് പിണറായി വിജയൻ എന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴും അത് തന്നെ കാണിക്കുന്നത്. ഇനി നമുക്ക് പാലായിലേക്ക് വരാം. പാലായിൽ ഷോൺ ജോർജ് എത്തുമെന്ന വലിയൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് ഷോൺ ജോർജ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അതിൻ്റെ ഇൻചാർജാണ്. പാലാ നിയോജകമണ്ഡലത്തിൻ്റെ സംഘടനയെ ചിട്ടപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തമുള്ള ഇൻചാർജ് എന്ന നിലയിലാണ് ഞാൻ പാലായിൽ വന്നത്. പിന്നെ പാലായെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നാടാണ്. ഞാൻ ജനിച്ചത് പാലായിലാണ്, എൻ്റെ അമ്മ വീട് പാലായിലാണ്, ഞാൻ പഠിച്ചത് പാലായിലാണ്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ശതമാനം സമയം ഞാൻ ചിലവഴിച്ചിട്ടുള്ള പാലായിലാണ്. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരമായിരുന്നു. പിന്നെ സംഘടനാ പ്രവർത്തനമായിട്ട് പലയിടത്തായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാനസികമായി ഏറെ അടുപ്പമുള്ളൊരു സ്ഥലം, എനിക്ക് ഏറ്റവും അധികം സുഹൃത്തുക്കളുള്ളൊരു സ്ഥലം, മാത്രമല്ല എൻ്റെ സ്വഭാവങ്ങളോടൊക്കെ മാച്ച് ചെയ്യുന്നൊരു സ്ഥലം, അതാണ് എനിക്ക് പാലാ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാർഷിക മേഖലയാണ്, നല്ല ആളുകൾ, നല്ല സൗഹൃദങ്ങൾ എനിക്ക് ധാരാളമായുള്ള സ്ഥലമാണ്.
പിന്നെ എല്ലാ കാര്യത്തിനും കൃത്യമായ കാഴ്ചപ്പാടുള്ളൊരു ജനവിഭാഗം. അല്ലാതെ അന്ധമായ രാഷ്ട്രീയമല്ല. എനിക്ക് അന്ധമായ രാഷ്ട്രീയം, അത് BJP ആണെങ്കിൽ തന്നെ എടുത്ത് നോക്കൂ. ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് പറയുന്നവരെ അല്ല എനിക്കിഷ്ടം. എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആളെ കാണിക്കും. പാലയുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ തെറ്റ് ചെയ്ത തെറ്റാന്ന് അതിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു ജനം ഉള്ള നാടാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ആരുടെയും രാഷ്ട്രീയ അടിമകളല്ല പാലക്കാർ. എനിക്ക് പാലയോടുള്ള ഏറ്റവും വലിയ ഇഷ്ടവും ബഹുമാനം അതാണ്. 2004 അന്ന് മാണി സാറിൻ്റെ ഏറ്റവും വലിയ പ്രതാപകാലത്ത് അന്ന് ജോസ് കെ മാണിയെ 3ാം സ്ഥാനത്ത് വിട്ട സ്ഥലമാണ് പാല. PC തോമസിനെ NDA സ്ഥാനാർത്ഥിയായ PC തോമസിനെ വിജയിപ്പിച്ച സ്ഥലമാണ്. അപ്പം അങ്ങനെ മാറി ചിന്തിക്കാൻ ഇപ്പോഴല്ല, 22 വർഷം മുമ്പ് അങ്ങനെ മാറി ചിന്തിക്കാൻ മടിയില്ലാത്തിരുന്ന ഒരു നാട്. ആ നാടിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്നൊരു മത്സരം കൂടിയാണ് പാലയിൽ എന്ന് പറയുമ്പോൾ. കാരണം ത്രികോണ മത്സരത്തിന് വലിയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്. എങ്ങനെയാണ് BJPയുടെ ഒരു സാധ്യത പാലയിൽ? ഇവിടെ ഒരു ത്രികോണ മത്സരം വരില്ല. ഇവിടെ BJPയുടെ ഒരു വൻ മുന്നേറ്റമായിരിക്കും ഉണ്ടാകുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ വിശ്വാസം, അത് പാലായോടുള്ള എൻ്റെ വിശ്വാസമാണ്. 27,000 കോടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാലായിൽ നിന്നും BJP സ്ഥാനാർത്ഥി ആരോ അവർ ജയിച്ചിരിക്കും. ഇനി ഷോൺ ജോർജിലേക്ക് വരുമ്പോൾ, ഷോൺ ജോർജിന് എന്താണ് രാഷ്ട്രീയം? ഷോൺ ജോർജിന് ജീവിതമാണ് രാഷ്ട്രീയം. ഷോൺ ജോർജ് എന്നുള്ള പൊതുപ്രവർത്തകനെ മോൾഡ് ചെയ്തെടുത്തതാണ്. അത് ജനമാണ് മോൾഡ് ചെയ്ത്. ഞാനൊരു രാഷ്ട്രീയക്കാരനായി ജനിച്ചതല്ല. ശരി, അങ്ങനെ പറയാം. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ, അമ്മയുടെ വീട്ടുകാരൊക്കെ കേരള കോൺഗ്രസ്സുകാരാണ്. അപ്പം ഞാൻ ജനിക്കുമ്പോൾ അപ്പൻ MLA ആണ്. അപ്പം അങ്ങനെ രാഷ്ട്രീയം മാത്രം കണ്ടു വളർന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ജനപ്രതിയാകുമെന്നോ അല്ലെങ്കിൽ ഞാനൊരു പൊതുപ്രവർത്തകനാകുമെന്നൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ രാഷ്ട്രീയക്കാരൻ എന്നറിയപ്പെടുന്നതിലും എനിക്കിഷ്ടം ഞാൻ പൊതുപ്രവർത്തകനാണ് എന്ന് പറയുന്ന കേൾക്കാനാണ്. അല്ലെങ്കിൽ രണ്ടാമത് എനിക്ക് കർഷകനാണെന്ന് പറയുന്ന കേൾക്കാനാണ് എനിക്കിഷ്ടം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ വെള്ളഷർട്ടും മുണ്ടും ഞാൻ എൻ്റെ ശരീരത്തല്ല ഇട്ടിട്ടുള്ളത്, ഞാൻ എൻ്റെ മനസ്സിന് കുറുകെ ഇട്ടിട്ടുള്ള ഒരു വസ്ത്രമാണ്. ഞാൻ എൻ്റെ വസ്ത്രം വെള്ളം ഉപയോഗിക്കുന്ന പോലും ജീവിതത്തിലും ആ ശുദ്ധി സൂക്ഷിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും 1 രൂപയുടെ അഴിമതി കാണിക്കാനോ ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ചെയ്യില്ല. അന്നുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ പൊതുപ്രവർത്തകനായി ഷോൺ ജോർജ് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു പൊതുപ്രവർത്തനം ഉണ്ടാകേണ്ട എല്ലാ ശുദ്ധിയും പുലർത്തിക്കൊണ്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മരിക്കും വരെ അങ്ങനെ ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള എന്നെ മനസ്സിലാക്കുന്ന ഒരു ജനത, അതാണ് എൻ്റെ സ്വപ്നം. ആ ജനത ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.